أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഹുദൈബിയ സന്ധിയെ സംബന്ധിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇത് സംബന്ധിച്ച് ബദീൽ ബിൻ വർക്ക ഖസായിയും മറ്റ് ഖുറൈശി സന്ദേശവാഹകരും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നതിനെ പറ്റിയും പരാമർശം കാണപ്പെടുന്നു. ഇതിൻ്റെ വിശദീകരണത്തിൽ ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് വിവരിക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയ താഴ്വരയിൽ എത്തിയപ്പോൾ പ്രസ്തുത താഴ്വരയുടെ അരുവിയുടെ അടുത്താണ് തമ്പടിച്ചത്. ഈ സ്ഥലത്തുള്ള ഒരു പ്രദേശത്തിൽ താമസിക്കുന്ന ഖസായി ഗോത്രത്തിലെ ഒരു അറിയപ്പെടുന്ന നേതാവ് ബദീൽ ബിൻ വർക്ക തൻ്റെ ഏതാനും സുഹൃത്തുക്കളെയും കൂട്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കൂടിക്കാഴ്ചയ്ക്ക് വന്നു. അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞു, മക്കയിലെ മൂപ്പന്മാർ യുദ്ധത്തിനു വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. അവർ ഒരിക്കലും താങ്കളെ മക്കയിൽ പ്രവേശിക്കാൻ സമ്മതിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞങ്ങൾ യുദ്ധത്തിനുള്ള ഉദ്ദേശവുമായിട്ടല്ല വന്നിട്ടുള്ളത്, മറിച്ച് ഉംറ ചെയ്യുക എന്ന നിയ്യത്തുമായാണ് വന്നിട്ടുള്ളത്. കഷ്ടകരമെന്ന് പറയട്ടെ, ഇങ്ങനെയൊക്കെ ആയിട്ടും യുദ്ധാഗ്നി മക്കയിലെ ഖുറൈശികളെ കത്തിച്ച് ചാമ്പലാക്കിയിരിക്കുന്നു. എന്നിട്ടും അവർ പിന്മാറുന്നില്ല. ഞാൻ അവരുമായി ഒരു കാര്യത്തിൽ സന്ധി ചെയ്യാനും തയ്യാറാണ്. അവർ എനിക്കെതിരെയുള്ള യുദ്ധം നിർത്തിവെച്ച് എന്നെ മറ്റുള്ളവരോടൊപ്പം സ്വതന്ത്രമായി വിടുക. എന്നാൽ അവരെൻ്റെ നിർദ്ദേശത്തെ തിരസ്കരിക്കുകയും യുദ്ധാഗ്നി കത്തിച്ച് നിർത്തുകയുമാണെങ്കിൽ എൻ്റെ ജീവൻ ആരുടെ കയ്യിലാണ് ഉള്ളത് അവനാണ് സത്യം. പിന്നെ ഈ വഴിയിൽ എൻ്റെ ജീവൻ ത്യജിക്കപ്പെടുന്നതുവരെ, അതല്ലെങ്കിൽ എനിക്ക് വിജയം കിട്ടുന്നതുവരെ ഞാനും പിന്മാറുന്നതല്ല. ഞാൻ അവരുമായി പൊരുതി നശിപ്പിക്കപ്പെടുകയാണെങ്കിൽ പിന്നെ കഥകൾ തീരുന്നു. എന്നാൽ അള്ളാഹു എനിക്ക് വിജയം നൽകുകയും ഞാൻ കൊണ്ടുവന്ന ദീനിന് വിജയം നൽകുകയുമാണെങ്കിൽ പിന്നെ മക്കക്കാർ വിശ്വസിക്കുന്ന കാര്യത്തിൽ അമാന്തം കാണിക്കരുത്. ഈ ആത്മാർത്ഥവും ഉള്ളിലേക്കുന്നതുമായ പ്രഭാഷണം ബദീൽ ബിൻ വർക്കയെ വളരെയേറെ സ്വാധീനിച്ചു. അയാൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, എനിക്ക് താങ്കൾ സാവകാശം തന്നാലും ഞാൻ മക്കയിൽ പോയി താങ്കളുടെ സന്ദേശം എത്തിക്കാം, രഞ്ജിപ്പിന് പരിശ്രമിക്കാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുമതി നൽകി. ബദീൽ തന്റെ ഗോത്രത്തിലെ ഏതാനും ആളുകളെയും കൂട്ടി മക്കയിലേക്ക് പുറപ്പെട്ടു. ബദീൽ ബിൻ വർക്ക മക്കയിലെത്തി ഖുറൈശികളെ ഒരുമിച്ച് കൂട്ടി അവരോട് പറഞ്ഞു, ഞാൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്നാണ് വന്നിട്ടുള്ളത്. എനിക്ക് മുന്നിൽ അദ്ദേഹം ഒരഭിപ്രായം വെച്ചിട്ടുണ്ട്. നിങ്ങൾ അനുമതി നൽകുന്നുവെങ്കിൽ ഞാനത് വ്യക്തമാക്കാം. അപ്പോൾ ഖുറൈശികളിലെ ആവേശഭരിതരും ഉത്തരവാദിത്തമില്ലാത്തവരുമായ ആളുകൾ പറഞ്ഞു, ഞങ്ങൾ ആ വ്യക്തിയുടെ ഒരു കാര്യവും കേൾക്കാൻ തയ്യാറല്ല. അതായത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാതൊരു കാര്യവും കേൾക്കാൻ തയ്യാറല്ല. പക്ഷേ കാര്യബോധമുള്ള ആളുകൾ പറഞ്ഞു, അതെ, എന്ത് അഭിപ്രായമാണെങ്കിലും അത് ഞങ്ങളെ കൂടി അറിയിക്കുക. അപ്പോൾ ബദീൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അഭിപ്രായം അവിടെ ആവർത്തിച്ച് കേൾപ്പിച്ചു. ആ സമയത്ത് സഖീഫ് ഗോത്രത്തിലെ വളരെ പ്രബലനായ നേതാവ് ഉർവ ബിൻ മസൂദ് മക്കയിലുണ്ടായിരുന്നു. അയാൾ എഴുന്നേറ്റ് നിന്ന് പൗരാണിക അറബി ശൈലിയിൽ ഖുറൈശികളോട് പറഞ്ഞു, ജനങ്ങളെ, ഞാൻ നിങ്ങളുടെ പിതാവിന്റെ സ്ഥാനത്തല്ലേ ഉള്ളത്? ആളുകൾ പറഞ്ഞു, അതെ. പിന്നെ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എൻ്റെ മക്കളെപ്പോലെയല്ലേ?
അവർ പറഞ്ഞു, അതെ, ഞങ്ങൾ മക്കളെപ്പോലെ തന്നെയാണ്. തുടർന്ന് ഉർവ ചോദിച്ചു, നിങ്ങൾക്ക് എന്നെപ്പറ്റി എന്തെങ്കിലും വിശ്വാസക്കുറവുണ്ടോ? ഖുറൈശികൾ പറഞ്ഞു, ഒരിക്കലുമില്ല. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് മുന്നിൽ ഉചിതമായ സംഗതിയാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾ ഈ അഭിപ്രായം സ്വീകരിക്കുകയാണ് വേണ്ടത്. നിങ്ങൾ അനുവദിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ പോയി കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. ഖുറൈശികൾ പറഞ്ഞു, തീർച്ചയായും താങ്കൾ പോയി സംസാരിച്ചു കൊള്ളുക. ഉർവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിലെത്തി. അതിന്റെ വിശദീകരണത്തിൽ എഴുതുന്നു, അദ്ദേഹം പറഞ്ഞു, അല്ലയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ കഅബ് ബിൻ ലൂയിയെയും ആമിർ ബിൻ ലൂയിയെയും ഹുദൈബിയിലെ ജലാശയത്തിനടുത്ത് വിട്ടിട്ടാണ് വന്നിട്ടുള്ളത്. അവരുടെ കൂടെ പാൽ ചുരത്തുന്ന ഒട്ടകങ്ങളുമുണ്ട്. ഖുറൈശികളുടെ സൗഹൃദത്തിലുള്ള ഗോത്രങ്ങളായ ഉഹാബീഷ്, അവർ ഹബ്ഷി പർവ്വത താഴ്വരയിൽ വെച്ച് ശപഥം ചെയ്തവരായിരുന്നു. അതുകൊണ്ടാണ് അവരെ ഉഹാബീഷ് എന്ന് പറയുന്നത്. അവരുടെ അനുയായികൾ വിളിച്ചു. അവർ പുലിത്തോൽ അണിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കാഫിര്യങ്ങൾ പുലിത്തോൽ അണിഞ്ഞ് യുദ്ധത്തിന് തയ്യാറായിട്ടുണ്ടായിരുന്നു. അവർ ബൈത്തുല്ലാക്കും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ നശിപ്പിക്കുകയാണെങ്കിൽ പോലും തിരുനബിക്ക് വേണ്ടി വഴി നൽകിയില്ല എന്ന് ശപഥം ചെയ്തവരുമായിരുന്നു. അവർ പറഞ്ഞു, തീർച്ചയായും താങ്കളും അവരുമായുള്ള യുദ്ധത്തിൽ രണ്ടിലൊന്ന് തീരുമാനമാകുന്നതാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞു, ഒന്നുകിൽ താങ്കൾ താങ്കളുടെ സമൂഹത്തെ നശിപ്പിക്കും. ഇന്നുവരെയും ഒരാളും തന്നെ സ്വന്തം സമൂഹത്തെ നശിപ്പിക്കുകയും തങ്ങളുടെ ഭവനങ്ങളെ നശിപ്പിക്കുകയും കൂടെയുള്ള ആളുകളെ നിന്ദ്യരാക്കുകയും ചെയ്തതായി കേട്ടിട്ടില്ല. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെയുള്ളവർ ഭീരുക്കളാണെന്ന് പറഞ്ഞ് ഭയപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. അയാൾ സഹാബാക്കളെ സംബന്ധിച്ച് ദുർധാരണയോടുകൂടി പറഞ്ഞു, എനിക്ക് താങ്കളുടെ കൂടെ കാണാൻ കഴിയുന്ന പല മുഖങ്ങളും പിന്തിരിഞ്ഞോടുന്നവരാണെന്ന് തോന്നുന്നു. ഒരു നിവേദനത്തിൽ പറയുന്നു, ഇവരിൽ പലരുടെയും മുഖം അവരുടെ കുടുംബത്തെയും സ്വഭാവത്തെയും കുറിച്ച് എനിക്കറിയില്ല. അവർ പിന്തിരിഞ്ഞോടുമെന്നും താങ്കളെ ഒഴിവാക്കുമെന്നുമാണ് ഞാൻ കരുതുന്നത്. വേറൊരു നിവേദനത്തിൽ പറയുന്നു, താങ്കൾ ഖുറൈശികളുമായി യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഇവർ താങ്കളെ ഖുറൈശികളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നതാണ്. അങ്ങനെ അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്വാധീനിക്കാനും ഭയപ്പെടുത്താനും ശ്രമിച്ചു. അവർ താങ്കളെ ബന്ദിയാക്കുകയാണെങ്കിൽ പിന്നെ അതിനേക്കാളും പ്രയാസകരമായ മറ്റെന്താണുള്ളത്? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിന്നിൽ ഇരിക്കുകയായിരുന്ന ഹസ്രത്ത് അബൂബക്കറിന് ദേഷ്യം വന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വിഗ്രഹമായ ലാത്തിനെ ഉമ്മ വെച്ച് കഴിച്ചു കൂട്ടുക, അതായത് അതിനെ പൂജിച്ചു കൊള്ളുക. മറ്റു കാര്യങ്ങളൊന്നും ഞങ്ങളോട് പറയേണ്ട. ഞങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപേക്ഷിക്കുമെന്നാണോ കരുതിയത്? അപ്പോൾ ഉർവ ചോദിച്ചു, ഇതാരാണ്? അവർ പറഞ്ഞു, അബൂബക്കർ. അപ്പോൾ ഉർവ പറഞ്ഞു, ദൈവത്താണേ, എനിക്ക് മേൽ നിങ്ങളുടെ ഒരു ഔദാര്യമില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇതിന് തീർച്ചയായും മറുപടി നൽകുമായിരുന്നു. ഏതോ കാലത്ത് ഉർവയോട് ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഔദാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സംബന്ധിച്ച് പറയുന്നു, ഉർവ ബ്ലഡ് മണി കൊടുക്കുന്നതിന് സഹായം അഭ്യർത്ഥിക്കുകയുണ്ടായി. അയാൾ ആരെയോ കൊല്ലുകയും അതിന് ബ്ലഡ് മണി കൊടുക്കാനും ഉണ്ടായിരുന്നു. അയാൾ സഹായം അഭ്യർത്ഥിച്ചപ്പോൾ ഒരാൾ 2-ഉം വേറൊരാൾ 3-ഉം ഒട്ടകങ്ങൾ കൊടുക്കുകയുണ്ടായി. അതേസമയം ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു 10 ഒട്ടകങ്ങളെ കൊടുത്ത് സഹായിച്ചു. ഹദ്റത്ത് അബൂബക്കർ ഈ ഔദാര്യമാണ് ഉർവയോട് ചെയ്തത്. പിന്നെ ഉർവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സംസാരം തുടർന്നു. അയാൾ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താടിയിൽ തൊട്ടിരുന്നു. ഹദ്റത്ത് മുഗീറ ബിൻ ശുഅബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ വാളുമേന്തി നിന്നിരുന്നു. തലയിൽ യുദ്ധത്തൊപ്പിയും അണിഞ്ഞിട്ടുണ്ടായിരുന്നു. ഉർവ സംസാരിക്കാൻ മുന്നോട്ട് ഗമിക്കുമ്പോൾ അയാൾ തന്റെ കൈ മുന്നോട്ട് കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പരിശുദ്ധ താടിയിൽ തൊടുമായിരുന്നു. അപ്പോൾ ഹദ്റത്ത് മുഗീറ തന്റെ വാളുകൊണ്ട് അയാളുടെ കൈ തട്ടിമാറ്റിക്കൊണ്ട് പറഞ്ഞു, ഈ വാൾ നിന്റെ അടുക്കലെത്തുന്നതിന് മുമ്പേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ താടിയിൽ തൊടുന്നതിൽ നിന്ന് നിന്റെ കൈയിനെ നീ നിയന്ത്രിക്കുക. കാരണം ഒരു മുശ്രിക്കിന്റെ കൈ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താടിയിൽ തൊടുന്നത് ഉചിതമല്ല. ഉർവ തലയുയർത്തി ചോദിച്ചു, ഇതാരാണ്? ആളുകൾ പറഞ്ഞു, മുഗീറ ബിൻ ശുഅബ.
ഒരു നിവേദനത്തിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് നിങ്ങളുടെ സഹോദരപുത്രൻ മുഗീറ ബിൻ ശൂബയാകുന്നു. അയാൾ പറഞ്ഞു, നന്ദി കെട്ടവനെ, ഞാൻ നിന്റെ നന്ദികേടിനെ നന്നാക്കാൻ ശ്രമിച്ചിരുന്നില്ല. അതിന്റെ വിശദീകരണത്തിൽ പറയുന്നു, ഹസ്രത്ത് മുഗീറ ജാഹിലിയ കാലഘട്ടത്തിൽ കുറച്ച് ആളുകളുടെ കൂടെ പോവുകയായിരുന്നു. അദ്ദേഹം ഒരാളെ വധിക്കുകയും അയാളുടെ സമ്പത്ത് കൈക്കലാക്കുകയും ചെയ്തു. പിന്നെ വന്ന് ഇസ്ലാം സ്വീകരിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിന്നെ സ്വീകരിക്കുന്നു. അതേസമയം സമ്പത്തുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എനിക്ക് യാതൊരു ബന്ധവുമില്ല. ബുഖാരിയുടെ നിവേദനമാണിത്. ഏതായാലും മുഗീറയ്ക്കും ഇക്കാര്യത്തിൽ സഹായം കിട്ടിയിട്ടുണ്ടാകാം. ഉർവ സഹായിച്ചിട്ടുമുണ്ടാകാം. പിന്നെ ഉർവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബാക്കളെ ശ്രദ്ധാപൂർവം നോക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമിനീര് തുപ്പുമ്പോൾ സഹാബാക്കൾ അത് കൈകളിലാക്കുകയും തങ്ങളുടെ മുഖത്തും നെഞ്ചത്തും തേക്കുകയും ചെയ്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് കൽപ്പന കൊടുക്കുമ്പോൾ അവരത് ഉടൻ തന്നെ പ്രാവർത്തികമാക്കിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒതു ചെയ്യുമ്പോൾ അതിന്റെ വെള്ളം കരസ്ഥമാക്കാൻ മത്സരിക്കുമായിരുന്നു. ഒരു മുടി പോലും താഴെ വീഴാൻ ഇടവരുത്തുമായിരുന്നില്ല. മറിച്ച് അതും കൈക്കലാക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുന്നിൽ അവർ ശബ്ദം താഴ്ത്തിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആദരവ് കാരണം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ണു വെട്ടിച്ചു നോക്കുകയോ മുഖമുയർത്തി നോക്കുകയോ ചെയ്യുമായിരുന്നില്ല. അങ്ങനെ ഉർവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സംസാരം പൂർത്തിയാക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉർവയോടും ബദീൽ ബിൻ വർക്കയോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. ഒരു നിശ്ചിത കാലം വരെ രഞ്ജിപ്പിനുള്ള അഭിപ്രായവും പറയുകയുണ്ടായി. പിന്നെ ഉർവ ഖുറൈശികളുടെ അടുത്തെത്തി പറഞ്ഞു, ജനങ്ങളെ, ഞാൻ പ്രതിനിധി എന്ന നിലയ്ക്ക് രാജാക്കന്മാരുടെയും കൊട്ടാരങ്ങളിലും കൈസറിന്റെയും കിസ്രയുടെയും നജാഷിയുടെയും സദസ്സുകളിലും പോയിട്ടുണ്ട്. ദൈവത്താണ്, ഒരിക്കലും തന്നെ ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അനുയായികൾ അദ്ദേഹത്തോട് കാണിക്കുന്നത് പോലെയുള്ള അനുസരണം ഈ രാജാക്കന്മാരുടെ ആളുകൾ അവരോട് കാണിക്കുന്നത് കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാഫിരീങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ് ഭയപ്പെടുത്താൻ വന്നയാൾ ഈ സംഭവങ്ങളും ദൃശ്യങ്ങളും കണ്ടപ്പോൾ അതിൽ പ്രഭാവിതനായി ആ കാര്യങ്ങൾ പോയി കാഫിരീങ്ങളോട് പറയുകയുമുണ്ടായി. പറയുന്നു, ദൈവത്താണ്, സഹാബാക്കൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാണിക്കുന്ന ആദരവ് ഒരാളും തന്നെ രാജാക്കന്മാരോട് കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത്തരത്തിലുള്ള രാജാവിനെയും ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം ഉമിനീര് പുറത്തേക്ക് തുപ്പുമ്പോൾ അദ്ദേഹത്തിന്റെ കൂട്ടുകാർ അത് തങ്ങളുടെ കൈകളിലെടുത്ത് മുഖത്തും നെഞ്ചിലും തടവുന്നു. എന്തെങ്കിലും കൽപ്പന നൽകുമ്പോൾ അവരത് ഉടൻ തന്നെ പ്രാവർത്തികമാക്കുന്നു. ഒതു ചെയ്യുമ്പോൾ അതിന്റെ വെള്ളമെടുക്കാൻ മത്സരിക്കുന്നു. അദ്ദേഹത്തിന്റെ ശിരസിലെ മുടി പോലും താഴേക്ക് വീഴുമ്പോൾ അതെടുത്ത് സൂക്ഷിച്ചു വെക്കുന്നു. അദ്ദേഹത്തിന്റെ മുന്നിൽ അദ്ദേഹത്തിന്റെ അനുയായികൾ ഉച്ചത്തിൽ സംസാരിക്കാറില്ല. ആദരവ് കാരണം ആരും തന്നെ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് തുറിച്ചു നോക്കുന്നുമില്ല. അദ്ദേഹത്തിന്റെ അനുവാദം കൂടാതെ ആരും സംസാരിക്കുന്നില്ല. അദ്ദേഹം അനുവാദം നൽകുമ്പോൾ മാത്രമാണ് സഹാബാക്കൾ സംസാരിക്കുന്നത്. അനുവാദം കൊടുക്കുന്നില്ലെങ്കിൽ എല്ലാവരും നിശബ്ദരായിരിക്കുന്നു. അതോടൊപ്പം തന്നെ അയാൾ പറഞ്ഞു, അദ്ദേഹം നിങ്ങൾക്ക് മറ്റൊരു നന്മയെ സംബന്ധിച്ചും പറയുന്നു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നന്മയുടെ സംഗതിയാണ് പറയുന്നത്, അത് നിങ്ങൾ സ്വീകരിക്കുക. പറയുന്നു, തീർച്ചയായും ഞാൻ എൻ്റെ സമൂഹത്തെ പറ്റി മുൻകരുതൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും അറിഞ്ഞുകൊള്ളുക, അദ്ദേഹത്തോട് വാളുമായി പൊരുതാനാണെങ്കിൽ അദ്ദേഹവും നിങ്ങൾക്കെതിരെ വാൾ ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾ അവരുടെ സുഹൃത്തിനെ തടയുകയാണെങ്കിൽ, അതായത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തടയുകയാണെങ്കിൽ, പിന്നെ അവരോട് എങ്ങനെയാണ് പെരുമാറുക എന്ന കാര്യം പോലും അവർ ഗണിക്കുന്നില്ല. അതാണ് ഞാൻ കരുതുന്നത്. ദൈവത്താണ്, ഞാൻ അദ്ദേഹത്തിന്റെ കൂടെയുള്ള സ്ത്രീകളെയും കണ്ടിട്ടുണ്ട്. അവർ അദ്ദേഹത്തെ നമ്മുടെ കയ്യിൽ വിട്ടുതരുന്നതല്ല. അല്ലയോ എൻ്റെ സമൂഹമേ, നിങ്ങളുടെ തീരുമാനം മാറ്റുക, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോവുക, അദ്ദേഹം നമുക്ക് മുന്നിൽ പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കുക. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഞ്ജിപ്പിനുള്ള നിർദ്ദേശവും ഉംറ ചെയ്യാനുള്ള കാര്യവും അംഗീകരിച്ചു കൊടുക്കുക. അയാൾ തുടർന്നു, ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷിയാണ്. അതോടൊപ്പം തന്നെ ബൈത്തുല്ലാ സന്ദർശിക്കാൻ വരുന്ന
ഒരാൾക്കെതിരെ നിങ്ങളെ സഹായിക്കാൻ എനിക്ക് കഴിയില്ലെന്ന് ആശങ്കയുമുണ്ട്. അദ്ദേഹത്തിന്റെ പക്കൽ കുർബാനയ്ക്കുള്ള മൃഗങ്ങളുണ്ട്. അതിനെ അവർ ബലിയിറക്കുന്നതാണ്, പിന്നെ തിരിച്ചു പോകും. അപ്പോൾ ഖുറൈശികൾ പറഞ്ഞു, അല്ലയോ അബൂ യാഫൂർ, അതായത് ഉർവയോട് പറഞ്ഞു, ഈ കാര്യങ്ങൾ ഞങ്ങളോട് പറയണ്ട. നീയല്ലാതെ മറ്റാരെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടോ? ഞങ്ങൾ ഈ വർഷം അദ്ദേഹത്തെ തിരിച്ചയക്കുന്നതാണ്. അദ്ദേഹം അടുത്ത വർഷം വരട്ടെ. അപ്പോൾ ഉർവ പറഞ്ഞു, നിങ്ങൾക്ക് വലിയ പ്രയാസങ്ങൾ സഹിക്കേണ്ടതായി വരും. തുടർന്ന് ഉർവയും അയാളുടെ കൂട്ടുകാരും തായിഫിലേക്ക് മടങ്ങിപ്പോയി. ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹുവും ഹുദൈബിയ സംഭവങ്ങൾ വിവരിച്ചിട്ടുണ്ട്. അദ്ദേഹം അതേക്കുറിച്ച് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ പ്രദക്ഷിണം ചെയ്യുന്നതിന് വേണ്ടി വന്നപ്പോൾ മക്കയിലെ കാഫിര്യങ്ങൾ അത് അറിയുകയും അവരുടെ ഒരു നേതാവിനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കിലേക്ക് ഈ വർഷം കഅബയെ പ്രദക്ഷിണം ചെയ്യാൻ വരരുത് എന്ന സന്ദേശവുമായി അയക്കുകയുണ്ടായി. തുടർന്ന് അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തെത്തി സംസാരിച്ചു തുടങ്ങി. സംസാരിക്കുന്നതിനിടയിൽ അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താടി രോമത്തിൽ കൈതൊട്ടുകൊണ്ട്, ഇപ്പോൾ നിങ്ങൾ പോകേണ്ട, അതായത് അടുത്ത വർഷത്തേക്ക് മാറ്റിവെക്കുക എന്ന് പറയുമായിരുന്നു. ഹദ്റത്ത് മുസ്ലിം മൗഊദ് പറയുന്നു, ഇങ്ങനെ കൈകൊണ്ട് തൊടുന്നത് അനാദരവ് കാരണമായിരുന്നില്ല, മറിച്ച് ഏഷ്യയിലെ ആളുകൾ അവരുടെ സ്വഭാവമനുസരിച്ച് ആരെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടി വരുമ്പോൾ അവരെന്റെ നേതാവിന്റെ താടിയിൽ അപേക്ഷ എന്ന രീതിയിൽ കൈകൊണ്ട് സ്പർശിക്കുന്നു. അതല്ലെങ്കിൽ തൻ്റെ താടി തടവുന്ന പതിവുണ്ട്. എന്നിട്ട് പറയുന്നു, നോക്കൂ, ഞാൻ വൃദ്ധനാണ്, സമൂഹത്തിൻ്റെ നേതാവുമാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഏതായാലും ഈ നേതാവും അപേക്ഷ എന്ന നിലയ്ക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ താടിയിൽ കൈകൊണ്ട് സ്പർശിച്ചു. ഇത് കണ്ടപ്പോൾ ഒരു സഹാബി മുന്നോട്ട് വന്നു. തന്റെ വാളിന്റെ പിടികൊണ്ട് അയാളുടെ കയ്യിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, നിന്റെ അവിശുദ്ധമായ കരങ്ങൾ പിന്നോട്ടെടുക്കുക. നേതാവ് വാളിന്റെ പിടുത്തം ആരുടെ കയ്യിലാണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, നീ ഇന്ന സമയത്ത് എന്റെ ഔദാര്യം പറ്റിയ ആളല്ലേ? ഇത് കേട്ടപ്പോൾ ആ സഹാബി നിശബ്ദനായി പിന്നിലേക്ക് മാറി. വീണ്ടും ആ നേതാവ് തന്റെ കൈ അപേക്ഷ എന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താടിയിൽ സ്പർശിച്ചു. അപ്പോൾ സഹാബാക്കൾ പറയുന്നു, ഞങ്ങൾ ആ നേതാവ് ഇങ്ങനെ കൈകൊണ്ട് സ്പർശിക്കുന്നത് കണ്ടപ്പോൾ വളരെ കോപാഗ്നിയിലായിരുന്നു. പക്ഷെ ആ സമയത്ത് ഞങ്ങൾ ആരും തന്നെ ആ നേതാവിന്റെ ഔദാര്യത്തിന് വിധേയരാകാത്തവരായി ഉണ്ടായിരുന്നില്ല. അതായത് ആ നിഷേധികളുടെ നേതാവ് ഞങ്ങൾക്ക് ഒരുപാട് ആളുകൾക്ക് ഔഷധം സൗജന്യമായി നൽകിയിരുന്നു. ആ സമയത്ത് ഞങ്ങളിൽ ആരെങ്കിലും ഒരു വ്യക്തി ആ നേതാവിന്റെ ഔദാര്യം പറഞ്ഞതായി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു പോയി. ഇത്രയുമായപ്പോഴേക്കും ഒരാൾ ഞങ്ങളുടെ ഇടയിൽ നിന്ന് മുന്നോട്ട് വന്നു. അദ്ദേഹം ആപാദചൂടം പടച്ചിട്ടണിയിരുന്നു. വളരെ ആവേശത്തോടു കൂടി ആ നേതാവിനോട് പറഞ്ഞു, അവിശുദ്ധമായ നിന്റെ കൈമാറ്റുക. ഹദ്റത്ത് അബൂബക്കർ ആയിരുന്നു ഇങ്ങനെ പറഞ്ഞത്. ആ നേതാവ് അദ്ദേഹത്തെ തിരിച്ചയച്ചു. അയാൾ പറഞ്ഞു, എനിക്ക് നിങ്ങളോടൊന്നും പറയാൻ സാധ്യമല്ല, കാരണം നിങ്ങളുടെ ഒരു ഔദാര്യം എനിക്ക് മേലുണ്ട്. തുടർന്ന് ജലീസ് ബിൻ അഖ്ലമ കൻആനി, അയാൾ ഉഹാബീഷിന്റെ നേതാവായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു വന്നതുപോലെ ഉഹാബീഷ് ഖുറൈശികളുടെ സഖ്യഗോത്രങ്ങളാണ്. അവർ ഹബ്ഷി എന്ന പേരുള്ള ഒരു പർവ്വതത്തിന്റെ താഴ്വരയിൽ വെച്ച് ഒരു ശപഥം ചെയ്തിരുന്നു. അതിന്റെ പേരിലാണ് ഉഹാബീഷ് എന്ന് അറിയപ്പെടുന്നത്. അയാൾ പറഞ്ഞു, എന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കിലേക്ക് പറഞ്ഞു വിടുക. അപ്പോൾ ഖുറൈശികൾ പറഞ്ഞു, പോയിക്കൊള്ളുക. അങ്ങനെ അയാൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുകളിൽ നിന്ന് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയാൾ ഇന്ന വ്യക്തിയാണ്. ഇയാൾ മലിമൃഗങ്ങളെ വളരെ ആദരിക്കുന്ന ഗോത്രത്തിലെ ആളുകളാണ്. തുടർന്ന് സഹാബാക്കളോട് പറഞ്ഞു, നിങ്ങൾ അയാൾ കാണുന്നതിന് വേണ്ടി ബലിമൃഗങ്ങളെ അയാളുടെ മുന്നിലൂടെ കൊണ്ടുപോവുക. അങ്ങനെ അവർ ബലിമൃഗങ്ങളെ തങ്ങളുടെ മുന്നിലൂടെ കൊണ്ടുപോയി. അയാൾ താഴ്വരയുടെ ഒരറ്റത്ത് ഈ മൃഗങ്ങളെ കാണുകയുണ്ടായി. അവരുടെ കഴുത്തുകളിൽ മാലയിട്ടിരുന്നു. അത് കൂടുതൽ സമയം അവിടെ കിടക്കുന്നത് കൊണ്ട്, അതായത് മാല കൂടുതൽ സമയം അവയുടെ കഴുത്തിൽ കിടക്കുന്നത് കാരണം
അവയുടെ കഴുത്തിൽ രോമങ്ങൾ പൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ആ മൃഗങ്ങൾ കൂടെ കൂടെ ശബ്ദിക്കുന്നു. സഹാബാക്കൾ തൽബിയ ചൊല്ലിക്കൊണ്ട് അയാളെ സ്വീകരിച്ചു. അവർ പകുതി മാസത്തോളം അവിടെ തന്നെ കഴിച്ചുകൂട്ടി. അവർ, അതായത് സഹാബാക്കൾ, സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല. അവരുടെ മുടി ചിതറിയിട്ടുണ്ടായിരുന്നു. അയാൾ അവരെ കണ്ടപ്പോൾ പറഞ്ഞു, സുബ്ഹാനല്ലാ, ഇവരെ ബൈത്തുല്ലാഹിൽ നിന്ന് തടയുന്നത് ഉചിതമല്ല. ഉടൻ തന്നെ ഞങ്ങളുടെ മനസ്സ് ആർദ്രമായി. പറഞ്ഞു, ലഹ്മു, ജാസമു, ഖന്ദക്, ഹമീർ തുടങ്ങിയ ഗോത്രങ്ങൾ ഹജ്ജ് ചെയ്യുമ്പോൾ അബ്ദുൽ മുത്തലിബിന്റെ മകനെ തടയുന്നതിന് അള്ളാഹു ഒരിക്കലും അനുവാദം നൽകുന്നില്ല. അദ്ദേഹത്തെ ബൈത്തുല്ലാഹിൽ നിന്ന് തടയുന്നത് ഖുറൈശികൾക്ക് ഉചിതമായ കാര്യമല്ല. കാബയുടെ നാഥനാണേ സത്യം, ഖുറൈശികൾ നശിപ്പിക്കപ്പെടുന്നതാണ്. ഇവർ തീർച്ചയായും ഉംറ ചെയ്യാൻ വന്നവരാകുന്നു. അയാൾ മുസ്ലിങ്ങളെ പിന്തുണച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ഈ കാര്യങ്ങൾ കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവാണേ, അല്ലയോ ബനൂ കൻആന്റെ സഹോദര, തീർച്ചയായും അത് തന്നെയാണ് ശരി. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് ഇങ്ങനെ മറുപടി നൽകി. അയാൾ എത്രമാത്രം പ്രഭാവിതനായെന്നാൽ ഖുറൈശികളുടെ അടുക്കൽ പോയി പറഞ്ഞു, ഞാൻ മുസ്ലിങ്ങളുടെ പക്കൽ കണ്ട ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ മുസ്ലിങ്ങളെ തടയുന്നത് ഒരിക്കലും അനുവദനീയമല്ല. ഞാൻ അവിടെ അവരുടെ മൃഗങ്ങളെ കണ്ടിരുന്നു. അവയുടെ കഴുത്തിൽ മാലകൾ അണിഞ്ഞ കാരണത്താൽ അവിടെയുള്ള രോമങ്ങൾ പൊഴിഞ്ഞു പോയിട്ടുണ്ട്. മാലകൾ കുറെ കാലമായി അവയുടെ കഴുത്തിൽ കിടക്കുകയാണ്. ആളുകളുടെ തലമുടി ചിതറിയിരിക്കുന്നു. ഇതെല്ലാം അവർ ബൈത്തുള്ള പ്രദക്ഷിണം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അള്ളാഹുവാണേ, ഞങ്ങൾ ഇക്കാര്യത്തിൽ നിങ്ങളുമായി ഉടമ്പടി ചെയ്തിട്ടില്ല. അയാൾ കാഫിറുകളോട് പറഞ്ഞു, ഞങ്ങൾ ഈ കാര്യത്തിൽ നിങ്ങളുമായി ഉടമ്പടി ചെയ്തവരല്ല. മാത്രമല്ല, ഞങ്ങൾ ഈ കാര്യത്തിൽ, അതായത് ബൈത്തുള്ളയുടെ ആദരവും മാന്യതയും അതിന്റെ അവകാശങ്ങൾ യഥാവിധി മാനിക്കുകയും ചെയ്യുന്ന ഒരാളെ തടുക്കുന്ന കാര്യത്തിൽ നിങ്ങളുമായി കരാർ ചെയ്തിട്ടുമില്ല. അവർ കുർബാനിക്കുള്ള മൃഗങ്ങളെയും കൊണ്ട് അവയുടെ സ്ഥാനങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. ആരുടെ കയ്യിലാണോ എന്റെ ജീവനുള്ളത് അവനാണേ സത്യം. നിങ്ങൾ കഅബയിലേക്കുള്ള അവരുടെ വഴി ഒഴിവാക്കി കൊടുക്കുക. അല്ലാത്ത പക്ഷം ഞാൻ എൻ്റെ ആളുകളെയും കൊണ്ട് നിങ്ങളുടെ അടുക്കൽ നിന്ന് പോകുന്നതാണ്. അയാൾ പറഞ്ഞു, അവർക്ക് പോകാനും ഉംറ നിർവഹിക്കാനും അനുമതി നൽകുക. ഖുറൈശികൾ പറഞ്ഞു, അല്ലയോ ഹലീസ്, നിശബ്ദനാകൂ, ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടം പോലെയുള്ള നിബന്ധനകൾ അംഗീകരിപ്പിക്കുന്നതാണ്. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, നീ ഇരിക്കുക, നീ ആറാബി, അതായത് ഗ്രാമീണവാസിയാണ്, നിനക്കൊന്നും അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഒന്നും കേട്ടിട്ടില്ല. കാണുകയും കേൾക്കുകയും ചെയ്തതെല്ലാം വഞ്ചനയും വ്യാജവുമാകുന്നു. ഈ യാത്രയിൽ ഹദ്റത്ത് കഅബ് ബിൻ അജ്റയ്ക്ക് ഇഹ്റാമിൽ തലമുണ്ടനം ചെയ്യുന്നതിന് സാവകാശം കൊടുത്തതിനെ പറ്റിയും പറയുന്നു. അതിന്റെ വിശദീകരണത്തിൽ പറയുന്നു, ഹദ്റത്ത് കഅബ് ബിൻ അജ്റ നിവേദനം ചെയ്യുന്നു, ഞങ്ങൾ ഹുദൈബിയയിൽ എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പമായിരുന്നു. ഞങ്ങൾ ഇഹ്റാം കെട്ടിയ അവസ്ഥയിലായിരുന്നു. മുശ്രിക്കീങ്ങൾ ഞങ്ങളെ വളഞ്ഞു വെച്ചു. എന്റെ മുടി നീണ്ടിട്ടുണ്ടായിരുന്നു. പേനുകൾ എന്റെ മുഖത്തേക്ക് വീഴുന്നുമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ അടുക്കലൂടെ കടന്നു പോകുമ്പോൾ ചോദിച്ചു, നിന്റെ തലയിലുള്ള പേനുകൾ നിനക്ക് പ്രയാസം ഉണ്ടാക്കുന്നില്ലേ? ഞാൻ പറഞ്ഞു, അതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ ഈ പ്രയാസങ്ങൾ ഇത്രത്തോളം ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലമുണ്ടനം ചെയ്യുന്നതിന് അനുമതി നൽകി. നീ തല ആദ്യം മുണ്ടനം ചെയ്യൂ എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹു ഈ ആയത്ത് ഇറക്കുകയുണ്ടായി. നിങ്ങളിൽ ആരെങ്കിലും രോഗിയാവുകയോ അല്ലെങ്കിൽ ശിരസിൽ വല്ല പ്രയാസവും അനുഭവിക്കുകയാണെങ്കിൽ കുറച്ച് നോമ്പെടുത്തുകൊണ്ടോ സദക്ക കൊടുത്തുകൊണ്ടോ ബലി നൽകിക്കൊടുത്തുകൊണ്ടോ ഫിദിയ അഥവാ പ്രായശ്ചിത്തം നൽകേണ്ടതാണ്. അതായത് ഇത്തരം പ്രയാസകരമായ ഘട്ടങ്ങളിൽ തലമുണ്ടനം ചെയ്യാവുന്നതാണ്. ഇതിനിടയിൽ ഖുറൈശികളുടെ പ്രതിനിധിയായി മഹ്റസ് ബിൻ ഫഹമിനെ അയച്ച പരാമർശമുണ്ട്. നേരത്തെ ഖുറൈശികളിൽ നിന്ന് അനുവാദം വാങ്ങി പല ആളുകളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പ്രതിനിധിയായി വന്നിരുന്നു. ഏതായാലും മഹ്റാസ് ബിൻ ഫഹസിനെ പറ്റിയും പറയുന്നു. അയാൾ ഖുറൈശികളോട് പറഞ്ഞു,
എന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ പോകാൻ അനുവദിക്കുക. അങ്ങനെ അയാൾ വരുന്നത് കണ്ടപ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ പറ്റി പറഞ്ഞു, ഇയാൾ വളരെ ചതിയനാണ്. നിവേദനങ്ങൾ ഫാജിർ, ധിക്കാരി എന്ന പദവും വന്നിട്ടുണ്ട്. ഏതായാലും അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉർവയോടും ബദീലിനോടും പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ചു. പിന്നെ അയാൾ തന്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് തിരിച്ചുപോയി ഉണ്ടായ സംസാരങ്ങളെ കുറിച്ച് അവർക്ക് അറിയിപ്പ് കൊടുക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കാര്യത്തിൽ ഹദ്റത്ത് ഖറാഷ് ബിൻ ഉമയ്യയെ ഖുറൈശികളുടെ അടുക്കിലേക്ക് അയച്ചതിനെ പറ്റിയും കാണപ്പെടുന്നുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രതിനിധിയെ അയക്കുകയുണ്ടായി. മുഹമ്മദ് ബിൻ ഇസാഖ് എഴുതുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഒട്ടകപ്പുറത്ത് ഹദ്റത്ത് ഖറാഷ് ബിൻ ഉമയ്യയെ ഖുറൈശികളുടെ അടുത്തേക്ക് അയച്ചു. ഈ ഒട്ടകത്തിന്റെ പേര് സഅലബ് എന്നായിരുന്നു. ഖുറൈശി ആളുകളുടെ അടുത്തെത്തി സന്ദേശം എത്തിക്കാനാണ് അദ്ദേഹം വന്നത്. അപ്പോൾ ഇക്രിമ ബിൻ അബൂജഹൽ ഒട്ടകത്തിന്റെ പൂഞ്ഞകൾ അറുത്തുമാറ്റി. ഇക്രിമ ഈ പ്രതിനിധിയെ കൊല്ലാനും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഉഹാബീഷ് ഗോത്രങ്ങൾ അയാളെ തടഞ്ഞപ്പോൾ അയാൾ ഖറാഷിനെ പോകാൻ അനുവദിച്ചു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലെത്തി പറഞ്ഞു. അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അറിയിക്കുകയും ചെയ്തു. ഏതായാലും ഖുറൈശികൾ സമാധാന ഭംഗമുണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ മാപ്പാക്കി കൊടുത്തുകൊണ്ടിരുന്നു. അതിന്റെ വിശദീകരണത്തിൽ ഹദ്റത്ത് മീർസാ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, ഖുറൈശികൾ അതിൽ മാത്രം തൃപ്തരായില്ല, മറിച്ച് തങ്ങളുടെ അമിതാവേശത്തിൽ അന്ധരായിക്കൊണ്ട് ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളും മദീനയിൽ നിന്ന് ഇത്രയും ദൂരം വന്ന സ്ഥിതിക്ക് അവരെ ആക്രമിച്ച് സാധ്യമാകുന്ന അത്രയും നഷ്ടമുണ്ടാക്കാമെന്നും കരുതി. അങ്ങനെ ഈ ഉദ്ദേശത്തോടുകൂടി അവർ 40-50 ആളുകളുടെ ഒരു സംഘത്തെ ഹുദൈബിയയിലേക്ക് അയക്കുകയുണ്ടായി. ആ സമയത്ത് ഇരു കൂട്ടർക്കും ഇടയിലുണ്ടായിരുന്ന സംസാരങ്ങൾക്ക് പിന്നിൽ അവർ ആളുകൾക്ക് കൊടുത്ത നിർദ്ദേശം ഇസ്ലാമിക ക്യാമ്പിന്റെ ചുറ്റുവട്ടത്ത് നടന്ന് തക്കം പാർത്തിരിക്കണമെന്നും അവസരം കിട്ടിയാൽ മുസ്ലിങ്ങൾക്ക് നഷ്ടം വരുത്തണമെന്നുമായിരുന്നു. മാത്രമല്ല ചില നിവേദനങ്ങളിൽ നിന്ന് അവരുടെ എണ്ണം 80 ആയിരുന്നുവെന്നും മനസ്സിലാകുന്നുണ്ട്. ആ സന്ദർഭത്തിൽ ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വധിക്കാനും പദ്ധതിയിട്ടിരുന്നു. ഏതായാലും മുസ്ലിങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ തങ്ങളുടെ ഇടങ്ങളിൽ ജാഗരൂകരായിരിക്കുന്നു. അങ്ങനെ ഖുറൈശികളുടെ ഈ ഗൂഢപദ്ധതിയുടെ രഹസ്യം വെളിപ്പെട്ടു. അവരെല്ലാവരും ബന്ദികളാക്കപ്പെട്ടു. മുസ്ലിങ്ങൾക്ക് മക്കക്കാരുടെ ഈ നടപടിയിൽ, അതായത് വിശുദ്ധ പട്ടണത്തിനും വിശുദ്ധ സ്ഥലങ്ങൾക്കും ഇടയിൽ രക്തം ഒഴുക്കാമെന്ന ഗൂഢാലോചനയിൽ വലിയ അമർഷമുണ്ടായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മാപ്പാക്കിക്കൊണ്ട് രഞ്ജിപ്പിനുള്ള ശ്രമങ്ങളിൽ തടസ്സം ഉണ്ടാക്കാതിരിക്കാനാണ് ഇങ്ങനെ ശ്രദ്ധിച്ചത്. മറ്റൊരു സുപ്രസിദ്ധ സംഭവത്തെക്കുറിച്ചും പരാമർശമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് ഉസ്മാനെ പ്രതിനിധിയായി അയക്കുകയുണ്ടായി. അല്ലാമ ബൈഹഖി ഉർവയിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികളുടെ അടുക്കലേക്ക് അയക്കാൻ ഹദ്റത്ത് ഉമർ ബിൻ ഖത്താബിനെ വിളിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഖുറൈശികൾ എന്റെ ശത്രുതയെക്കുറിച്ച് അറിയുന്നവരാണ്. അതുകൊണ്ട് എനിക്ക് എന്റെ ജീവനെക്കുറിച്ച് ഭയമുണ്ട്. ബനു അദിയിൽ ഒരാളും എന്നെ സംരക്ഷിക്കാൻ ഉണ്ടാകുന്നതല്ല. യാ റസൂലല്ലാഹ്, അങ്ങ് ആഗ്രഹിക്കുകയാണെങ്കിൽ ഞാൻ പോകുന്നതാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോടൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഹദ്റത്ത് ഉമർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, മക്കയിൽ എന്നതിനേക്കാളും ആദരണീയനായ ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വലിയ കുടുംബ ബന്ധങ്ങളുള്ള ആളാണ്. അദ്ദേഹത്തിന് സംരക്ഷണം ലഭിക്കണം. അങ്ങ് ആഗ്രഹിക്കുന്ന അങ്ങയുടെ സന്ദേശം അവരിലേക്ക് എത്തിക്കുകയും ചെയ്യാം. ആ വ്യക്തി ഹദ്റത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ ആകുന്നു. ഹദ്റത്ത് ഉമർ റളിയല്ലാഹു അൻഹു ജീവനിൽ ഭയമുള്ളത് കൊണ്ടല്ല ഇങ്ങനെ പറഞ്ഞത്, മറിച്ച് അദ്ദേഹം പറഞ്ഞത്, ഞാൻ പോയാൽ അവരെന്നെ കൊല്ലുകയും സന്ദേശം എത്തിക്കുക എന്ന ലക്ഷ്യം പൂർത്തിയാകുന്നതുമല്ല, ഒരു ഫിത്ന ആരംഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ഹദ്റത്ത് ഉസ്മാൻ പോകട്ടെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് ഉസ്മാനെ വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഖുറൈശികളുടെ അടുക്കൽ പോയി ഞങ്ങൾ യുദ്ധത്തിനല്ല വന്നത് എന്നും ഉംറ ചെയ്യാനാണ് വന്നത് എന്നും അറിയിക്കുക. അതിന്റെ വിശദീകരണത്തിൽ ഹദ്റത്ത് മീർസാ ബഷീർ അഹമ്മദ് സാഹിബ് സീറത്ത് ഖാത്തമുൻ നബിയിൽ എഴുതുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് ഉസ്മാനോട് പറഞ്ഞു, മക്കയിൽ പോയി ഖുറൈശികളോട്
മുസ്ലിങ്ങളുടെ സമാധാന ലക്ഷ്യങ്ങളെക്കുറിച്ചും ഉംറ ചെയ്യാനുള്ള ഉദ്ദേശത്തെക്കുറിച്ചും അറിയിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശി മൂപ്പന്മാരുടെ പേരിൽ ഒരു ലിഖിതവും ഹദ്റത്ത് ഉസ്മാന്റെ കയ്യിൽ കൊടുത്തുവിട്ടിരുന്നു. പ്രസ്തുത കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ആഗമന ലക്ഷ്യം വിശദമാക്കിക്കൊണ്ട് ഖുറൈശികൾക്ക് ഇങ്ങനെ ഉറപ്പു നൽകുന്നു: ഞങ്ങളുടെ ലക്ഷ്യം കേവലം ഇബാദത്ത് നിർവഹിക്കുകയാണ്. ഞങ്ങൾ തികച്ചും സമാധാനപരമായി ഉംറ നിർവഹിച്ചു തിരിച്ചു വരുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാനോട് മക്കയിലെ ആവേശഭരിതരായ മുസ്ലിങ്ങളെ കാണാൻ ശ്രമിക്കണമെന്നും അവർക്ക് ധൈര്യം പകരണമെന്നും കുറച്ചുകൂടി ക്ഷമിക്കണമെന്നും പറയുകയുണ്ടായി. അള്ളാഹു എത്രയും വേഗം വിജയ കവാടങ്ങൾ തുറക്കുമെന്ന് അറിയിക്കാനും നിർദ്ദേശിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അതിൽ പൂർണ്ണ വിശ്വാസവും ഉണ്ടായിരുന്നു. ഈ സന്ദേശവുമായി ഹദ്റത്ത് ഉസ്മാൻ മക്കയിലേക്ക് പോയി. അദ്ദേഹത്തെ മക്കയിലെ ഒരു വലിയ നേതാവായ അബൂ സുഫിയാനെ കാണുകയുണ്ടായി. അദ്ദേഹം ഉസ്മാന്റെ വളരെ അടുത്ത ബന്ധുവായിരുന്നു. മക്കക്കാരുടെ പൊതുസദസ്സിൽ അദ്ദേഹം ഹാജരാക്കപ്പെട്ടു. അതിൽ ഹദ്റത്ത് ഉസ്മാൻ ഹദ്റത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കത്ത് സമർപ്പിച്ചു. അത് വിവിധ ഖുറൈശി മൂപ്പന്മാർ വെവ്വേറെ തന്നെ വായിക്കുകയുണ്ടായി. ഇതൊക്കെയായിട്ടും മുസ്ലിങ്ങൾക്ക് ഈ വർഷം തന്നെ മക്കയിൽ പ്രവേശിക്കാൻ പറ്റില്ല എന്ന ശാഠ്യത്തിൽ നിന്ന് അവരെല്ലാവരും ഉറച്ചു നിന്നു. ഹദ്റത്ത് ഉസ്മാൻ വല്ലാതെ നിർബന്ധിച്ചപ്പോൾ ഖുറൈശികൾ പറഞ്ഞു: നിങ്ങൾക്ക് വല്ലാത്ത ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾ വ്യക്തിപരമായി നിങ്ങൾക്ക് ബൈത്തുള്ള തവാഫ് ചെയ്യാൻ അവസരം നൽകാം. അവർ ഹദ്റത്ത് ഉസ്മാൻ തവാഫ് ചെയ്യാൻ ഓഫർ നൽകി. പക്ഷെ അതിൽ കൂടുതൽ ആളുകൾക്ക് സാധ്യമല്ല. ഹദ്റത്ത് ഉസ്മാൻ പറഞ്ഞു: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മക്കയ്ക്ക് പുറത്ത് തടയുമ്പോൾ ഞാൻ എങ്ങനെ തവാഫ് ചെയ്യാനാണ്? പക്ഷേ ഖുറൈശികൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം ഹദ്റത്ത് ഉസ്മാൻ നിരാശനായി തിരിച്ചു വരാൻ തയ്യാറെടുപ്പ് നടത്തി. ആ സന്ദർഭത്തിൽ ദ്രോഹികളായ ആളുകൾ ഒരു ദ്രോഹം ചെയ്യാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഈ രഞ്ജിപ്പിനുള്ള ശ്രമത്തിൽ കൂടുതൽ അനുയായികളുമായി നിർദ്ദേശങ്ങൾ നേടാമെന്ന് അവർ കരുതി. അങ്ങനെ ഹദ്റത്ത് ഉസ്മാനെയും കൂട്ടുകാരെയും മക്കയിൽ തടഞ്ഞു വെച്ചു. തുടർന്ന് മക്കക്കാർ ഹദ്റത്ത് ഉസ്മാനെ വധിച്ചിരിക്കുന്നു എന്ന ഒരു കിംവദന്തി മുസ്ലിങ്ങൾക്കിടയിൽ പരക്കാനിടയായി. ഈ വാർത്ത എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒരു ജമാഅത്തിൽ നിന്ന് ബയ്യത്ത് വാങ്ങുകയുണ്ടായി. ഇത് ബയ്യത്ത് റിസ്വാൻ എന്നറിയപ്പെടുന്നു. അതിന്റെ വിശദീകരണത്തിൽ എഴുതുന്നു: ഹദ്റത്ത് ഉസ്മാന്റെ ഷഹാദത്ത് വാർത്ത ഹുദൈബിയയിൽ എത്തിയപ്പോൾ മുസ്ലിങ്ങൾക്കുള്ളിൽ വളരെ ശക്തമായ ഒരാവേശമുണ്ടായി. കാരണം ഹദ്റത്ത് ഉസ്മാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജാമാതാവും ഉന്നത സഹാബാക്കളിൽപ്പെട്ട ആളുമായിരുന്നു. മക്കയിൽ ഇസ്ലാമിക പ്രതിനിധി എന്ന നിലയിലാണ് പോയത്. ആ ദിവസങ്ങളാകട്ടെ വിശുദ്ധ മാസത്തിലെ ദിവസങ്ങളുമായിരുന്നു. മക്കയും ആദരണീയമായ പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടൻ തന്നെ മുസ്ലിങ്ങൾക്കിടയിൽ വിളംബരം നടത്തി. അവരെ ഒരു മിസ്വാക്ക് വൃക്ഷത്തിന് ചുവട്ടിൽ ഒരുമിച്ച് കൂട്ടി. അങ്ങനെ സഹാബാക്കൾ ഒരുമിച്ച് കൂടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാർത്ത ശരിയാണോ എന്ന് പരാമർശിച്ചു. ഈ കിട്ടിയ അറിയിപ്പ് ശരിയാണെങ്കിൽ അള്ളാഹുവാണെ, ഉസ്മാന് വേണ്ടി പകരം ചോദിക്കുന്നത് വരെ നമ്മൾ ഈ സ്ഥലത്ത് നിന്ന് മാറുന്നതല്ല. തുടർന്ന് ഇസ്മായിലിനെ ബയ്യത്ത് ചെയ്യുന്ന രീതി അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞു: ഒരുവൻ എൻ്റെ കയ്യിൽ കൈ തന്നുകൊണ്ട് ഇങ്ങനെ ശപഥം ചെയ്യുവൻ: നിങ്ങളിൽ ആരും തന്നെ പിന്തിരിഞ്ഞു പോകുന്നതല്ല. ഞങ്ങളുടെ ജീവൻ വെച്ച് കളിക്കേണ്ടി വന്നാലും ഒരവസരത്തിലും ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് പിന്മാറുന്നതല്ല. ഈ വിളംബരമുണ്ടായപ്പോൾ സഹാബാക്കൾ ബയ്യത്ത് ചെയ്യുന്നതിന് വേണ്ടി പരസ്പരം മത്സരിച്ചു മുന്നേറുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന 1400-500 മുസ്ലിങ്ങൾ ആ സമയത്ത് അതായിരുന്നു ഇസ്ലാമിന്റെ മൂലധനം. അവരുമായി തങ്ങളുടെ പ്രിയ യജമാനന്റെ കയ്യിൽ ഒരു കടി കൂടി തങ്ങളെ വിൽക്കാമായിരുന്നു. ബയ്യത്ത് നടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഇടത് കൈ വലത് കൈക്ക് മേൽ വെച്ച് ആണി കൊണ്ട് തടയ്ക്കുന്നത് പോലെയായിരുന്നു. എന്നിട്ട് പറഞ്ഞു: ഇത് ഉസ്മാന്റെ കൈയാകുന്നു ഞാൻ. കാരണം അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഉസ്മാന്റെ കൈയായിരുന്നു. കാരണം അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കച്ചവടത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും ജോലികളിൽ വ്യാപൃതരാണ്. അങ്ങനെ ഈ വൈദ്യുത കണക്കെ ഉണ്ടായ ദൃശ്യം സമാപിക്കുകയുണ്ടായി. ഇസ്ലാമിക ചരിത്രത്തിൽ
ഈ ബയ്യത്ത് റിസ്വാൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. അതായത് മുസ്ലിങ്ങൾ അള്ളാഹുവിന്റെ പൂർണ്ണ സംതൃപ്തിയുടെ സമ്മാനം കരസ്ഥമാക്കുകയുണ്ടായി. വിശുദ്ധ ഖുർആനും ഈ ബയ്യത്തിനെ പറ്റി പ്രത്യേകം പരാമർശിച്ചിരിക്കുന്നു. कुरान शरीफ ने भी इस बैत का खास तौर पर जिक्र फरमाया है। चुनांचे फरमाता है, लक़द रज़ियल्लाहु अनिल मोमिनीना इज़ युबायिऊनका ताहत अश-शजरति फअलिमा मा फ़ी क़ुलूबिहिम वअंज़ला अस-सकीनत अलैहिम वअसाबहुम. അല്ലയോ റസൂൽ, മുസ്ലിങ്ങൾ ഒരു വൃക്ഷച്ചുവട്ടിൽ നിന്നോട് ബയ്യത്ത് ചെയ്തിരുന്ന കാര്യത്തിൽ അള്ളാഹു സന്തുഷ്ടനായിരിക്കുന്നു. അങ്ങനെ ഈ ബയ്യത്ത് മുഖേന അവരുടെ അകതാരിലുള്ള ആത്മാർത്ഥത അള്ളാഹുവിന്റെ അറിവിൽ പ്രകടമായി. ആകയാൽ അള്ളാഹുവും അവർക്കുമേൽ സമാധാനമിറക്കുകയും അവർക്ക് ഒരു വലിയ വിജയം കരസ്ഥമാണെന്ന സുവാർത്ത നൽകുകയും ചെയ്തിരിക്കുന്നു. സഹാബാക്കളും എപ്പോഴും ഈ ബയ്യത്തിനെ കുറിച്ച് വളരെ അഭിമാനത്തോടെയും സ്നേഹത്തോടെയും വിവരിക്കുമായിരുന്നു. അവരിൽ ഭൂരിഭാഗവും പിന്നീട് വന്ന ആളുകളോട് പറയുമായിരുന്നു, നിങ്ങൾ ഈ മക്കം ഫത്തഹിനെയാണ് വലിയതെന്ന് ഗണിക്കുന്നത്, പക്ഷേ ഞങ്ങൾ ബയ്യത്ത് റിസ്വാനെയാണ് വിജയമായി ഗണിക്കുന്നത്. ഈ ബയ്യത്ത് അതിന്റെ ഘടകങ്ങളെ വെച്ച് നോക്കിയാൽ വളരെ വലിയൊരു വിജയം തന്നെയായിരുന്നു. അത് കേവലം ഭാവിയിലെ വിജയങ്ങൾക്കുള്ള കവാടം തുറക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് അത് മുഖേന ഇസ്ലാമിന്റെ ത്യാഗസന്നദ്ധരമായ ആത്മാവ്, അതാകട്ടെ മുഹമ്മദ് യാദീനിന്റെ കേന്ദ്രബിന്ദുവുമാകുന്നു, വളരെ നല്ല രീതിയിൽ പ്രകടമായി. ഇസ്ലാമിലെ ത്യാഗസന്നദ്ധരായ ആളുകൾ തങ്ങളുടെ കർമ്മങ്ങൾ മുഖേന ഇങ്ങനെ പ്രഖ്യാപിക്കുകയായിരുന്നു, അവർ തങ്ങളുടെ റസൂലിനും ആ റസൂൽ കൊണ്ടുവന്ന സത്യസാക്ഷ്യത്തിനും വേണ്ടി എല്ലാ രംഗത്തും ഓരോ ചുവടിലും മരണവും ജീവിതവുമായുള്ള കച്ചവടത്തിന് തയ്യാറാകുന്നു. അതുകൊണ്ട് തന്നെ സഹാബാക്കൾ ബയ്യത്തെ റിദ്വാനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ബയ്യത്ത് മരണത്തിന് വേണ്ടിയുള്ള ഒരു ശബ്ദമായിരുന്നു. അതായത് മുസ്ലിങ്ങൾ ഇസ്ലാമിന് വേണ്ടിയും ഇസ്ലാമിക അന്തസ്സിന് വേണ്ടിയും തങ്ങളുടെ ജീവൻ ത്യജിക്കേണ്ടതാണ്, ഏതായാലും പിന്നോട്ട് മാറുന്നതല്ല. ഈ ബയ്യത്തിന്റെ ഒരു സുപ്രധാന ഘടകം എന്നാൽ ഈ ഉടമ്പടി കേവലം സാന്ദർഭികമായ ഒരു താൽക്കാലിക ആവേശത്തിലുള്ള വാചോടാപം അല്ലായിരുന്നു, മറിച്ച് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു ശബ്ദമായിരുന്നു. അതിനു പിന്നിൽ മുസ്ലിങ്ങളുടെ എല്ലാ ശക്തികളും ഒരേക ബിന്ദുവിൽ കേന്ദ്രീകരിക്കപ്പെടുന്നു. ഹദ്റത്ത് ഉസ്മാന്റെ വധത്തെക്കുറിച്ചുള്ള വാർത്തയും ബയ്യത്ത് റിസ്വാന്റെയും വിവരണത്തിൽ ഹദ്റത്ത് മുസ്ലിം റളിയല്ലാഹു പറയുന്നു. അതായത് തന്റെ ഒരു ഖുത്ബ പ്രഭാഷണത്തിൽ വിവരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ ഹദ്റത്ത് ഉസ്മാനെ വധിച്ച വാർത്ത കേട്ടപ്പോൾ തന്നെ ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് പറഞ്ഞു, പ്രതിനിധിയുടെ ജീവനെ എല്ലാ ജനതയ്ക്കുള്ളിലും സംരക്ഷണമുണ്ട്. ഉസ്മാനെ മക്കാർ വധിച്ചതായി നിങ്ങൾക്കറിയുമോ? ഈ വാർത്ത ശരിയാണെങ്കിൽ നമ്മൾ മക്കയിലേക്ക് തള്ളിക്കയറുന്നതാണ്. അതായത് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം രഞ്ജിപ്പുമായി ഏതൊരവസ്ഥയാണെങ്കിലും മക്കയിലേക്ക് പ്രവേശിക്കാം എന്നതായിരുന്നു. പക്ഷേ ഏതെങ്കിലും അവസ്ഥയിൽ ഈ ലക്ഷ്യത്തിൽ മാറ്റമുണ്ടാവുകയാണെങ്കിൽ നമ്മളും ഈ ഉദ്ദേശത്തെ പാലിക്കാൻ നിർബന്ധിതരായിരിക്കുന്നതല്ല. നമുക്ക് മുന്നോട്ട് കുതിക്കേണ്ടി വന്നാൽ വിജയം കൈവരിക്കാതെ തിരിച്ചു വരുന്നതല്ലെന്ന കാര്യത്തിൽ ശപഥം ചെയ്യുവൻ. ഓരോരുത്തരായി മൈതാനത്ത് മരിച്ചു വീണാലും ശരി, ഈ ശപഥത്തിന്റെ കാര്യത്തിൽ ഞാനുമായി ബയ്യത്ത് ചെയ്യുവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ വിളംബരം കേട്ട ഉടൻ തന്നെ 1600 പേരടങ്ങുന്ന ഈ സംഘം വളരെ ത്വരിതഗതിയിൽ 15,000 പേരുടെ ഒരു സൈന്യം പോലെ ആയിത്തീർന്നു. ഈ ശബ്ദത്തിന്റെ കാര്യത്തിൽ ഞാനുമായി ബയ്യത്ത് ചെയ്യുവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ വിളംബരം കേട്ട ഉടൻ തന്നെ 15,000 അടങ്ങുന്ന ഈ സംഘം വളരെ ത്വരിതഗതിയിൽ 1600 പേരുടെ ഒരു സൈന്യം പോലെ ആയിത്തീർന്നു. അവർ ഉന്മാദികളെ പോലെ പരസ്പരം വകഞ്ഞു മാറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈകളിൽ ബയ്യത്ത് ചെയ്യുന്ന കാര്യത്തിൽ മുൻഗണന കിട്ടാൻ ശ്രമിക്കുകയായിരുന്നു. ഈ ബയ്യത്തിനെ സംബന്ധിച്ച് എല്ലാ ഇസ്ലാമിക ചരിത്രത്തിലും വളരെ പ്രാധാന്യമുണ്ട്. ഇത് വൃക്ഷച്ചുവട്ടിലെ ഉടമ്പടി എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഈ ബയ്യത്ത് വാങ്ങുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വൃക്ഷച്ചുവട്ടിൽ ഇരിക്കുകയായിരുന്നു. ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി വിശദീകരണങ്ങളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് വിവരിക്കുന്നതാണ്. ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും അറിയുന്നത് പോലെ യൂറോപ്പിലും വ്യവസ്ഥകൾ വളരെ ത്വരിതഗതിയിൽ യുദ്ധത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം പരക്കുമോ എന്ന ആശങ്കയുമുണ്ട്. യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങൾക്ക് ഭീഷണിയും വന്നുകൊണ്ടിരിക്കുന്നു. കർമ്മനിരതമായ ഭൂരിപക്ഷം ആളുകളും സമാധാനം കാക്ഷിക്കുന്ന ലീഡർമാരും ഇതേക്കുറിച്ച് അസ്വസ്ഥരാണ്. ഏതായാലും ദുആ ചെയ്യുക. അള്ളാഹു അഹമ്മദികൾക്കും അനഹമ്മദികളായ സമാധാനം ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും യുദ്ധത്തിന്റെ മോശം പ്രഭാവങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുമാറാകട്ടെ. ഭാവിയിൽ വരാനിരിക്കുന്ന തലമുറകളെ ബാധിക്കുന്ന ഒരു തരത്തിലുള്ള ആയുധവും ഉപയോഗിക്കാതിരിക്കാൻ
ഏതായാലും അള്ളാഹുവിന്റെ സവിധത്തിൽ ദുആ ചെയ്തുകൊണ്ടിരിക്കുക. മുസ്ലിം രാജ്യങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യുക. അള്ളാഹു അവർക്കും ബുദ്ധിയും വിവേകവും നൽകുമാറാകട്ടെ. അള്ളാഹു അവർക്കും സത്യം തിരിച്ചറിയാനും അസത്യത്തിനോടുള്ള കടമകൾ നിർവഹിക്കാനും തൗഫീക്ക് നൽകുമാറാകട്ടെ. മറ്റൊരു നിവേദനത്തിൽ മറ്റൊരു കാര്യത്തിലേക്ക് കൂടി ശ്രദ്ധ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നു. വളരെ ത്വരിതഗതിയിൽ മോശമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകളാണുള്ളത്. ഈ അവസ്ഥകൾ കാരണം നേരത്തെ ജനങ്ങൾക്കിടയിൽ ശ്രദ്ധയുണ്ട്. പക്ഷെ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, വീണ്ടും ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. വീടുകളിൽ 2-3 മാസത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങൾ കരുതി വെക്കുക. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നതാണ്. അവന്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിന് പരിശ്രമം ഉണ്ടാവുകയാണെങ്കിൽ അവരുമായുള്ള ബന്ധം ഉണ്ടാക്കാൻ ശ്രമം ഉണ്ടാകുന്നതാണ്. അതിൽ മുന്നേറുന്നതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.